ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റൈറ്റ് റെസിപ്പീസ്. ഇന്ന് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കണ്ടാൽ പരിപ്പ് വട പോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇതിലെ ചേരുവകളൊക്കെ കുറച്ച് വ്യത്യസ്തത്തിലാണ് എടുത്തിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ വട ഇരിക്കുന്നത്. ഒരു പ്രത്യേക രുചിയാണ് ഈ വടയ്ക്ക്. വളരെ ഹെൽത്തിയുമാണ്. നമ്മളുടെ കൈകളിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഉണ്ടാക്കുന്ന കറിയുടെ ചേരുവകൾ കുറച്ചെടുത്താലും നമുക്ക് ഇതുപോലെ നല്ലൊരു വട ഉണ്ടാക്കിയെടുക്കാം. വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുഴിവെള്ളം ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയും വറുക്കാത്ത റവയും ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നനച്ച് വെക്കാം. ഒത്തിരി ലൂസായി പോകരുത്, അതുകൊണ്ടാണ് 1/4 കപ്പ് മാത്രം ചേർത്തത്. 1/4 കപ്പിനേലും കുറച്ച് കുറവാണ് ഞാൻ ചേർത്തത് കേട്ടോ. എന്നിട്ടൊന്ന് നനച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചക്കായാണ്. ഞാനിത് ഇപ്പോൾ കറിക്ക് വാങ്ങിയ പച്ചക്കായുടെ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലി കളഞ്ഞൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. 10 മിനിറ്റിന് ശേഷം റവ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ, നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ആ ഒരു പച്ചക്കായ ഞാൻ തൊലി കളഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുള്ളി വട്ടത്തിലരിഞ്ഞതാണ്. അതൊരു 15 ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ്. അത് ഏകദേശം ഒരു 1/2 കപ്പോളം കാണും. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് വളരെ നൈസായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഇനി ചേർക്കേണ്ടത് കറിവേപ്പില പൊടിയായി അരിഞ്ഞതാണ്. അതൊരു ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ സ്നാക്കിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കറിവേപ്പില ഒരു ആൻറ്റിബയോട്ടിക് ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ്. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അത് പൊടി പോലെ അരിഞ്ഞിട്ട് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അത് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് തേച്ച് കുഴച്ചെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക. അതുപോലെ തന്നെ റവയും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആകണം. അപ്പം ഞാനത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചുവന്ന പരിപ്പ് ഒന്ന് കഴുകി എടുത്തതാണ്. കുതിരാൻ വെക്കേണ്ട ആവശ്യമില്ല, കഴുകി എടുത്താൽ മാത്രം മതി. അത് ഞാൻ ഈ കപ്പിലെടുത്ത് വെച്ചിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതൊന്ന് അടത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ ചുവന്ന പരിപ്പ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചുവന്ന മസൂർ പരിപ്പ് പെട്ടെന്ന് കുക്കായി കിട്ടും, അതുകൊണ്ട് അത് കുതിർത്തി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചേർക്കണേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഈ ബാറ്റർ കുറേശ്ശെ എടുത്തിട്ട് ഉരുട്ടി നമ്മൾ വടയുടെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ കൈവെള്ളയിൽ വെച്ച് പരത്തി അരികൊക്കെ നല്ല ഷേപ്പാക്കി എടുക്കണം. പരിപ്പ് വടയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലെയല്ലേ, അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടലപ്പരിപ്പ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് അതിലും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എപ്പോഴും കടലപ്പരിപ്പ് വെച്ചുള്ള പരിപ്പ് വട ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായി പച്ചക്കായും ചുവന്ന പരിപ്പൊക്കെ ചേർത്ത് റവയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു വടയാണിത്. അപ്പോൾ ഞാൻ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും വടയുടെ രൂപത്തിൽ പരത്തിയെടുക്കാം. അപ്പം ഞാനതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു പച്ചക്കായയും 1/4 കപ്പ് പരിപ്പും കൊണ്ട് 7 വടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ പരത്തി വെച്ചിരിക്കുന്ന വടയെല്ലാം ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ കേട്ടോ.
ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മൾ ആദ്യം ഇടുന്ന വടയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും മീഡിയം ഹീറ്റിൽ തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ നോക്കുക. ഈ പാനിൽ തന്നെ 7 എണ്ണം നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനു വേണ്ടി നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള പാനിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സൗകര്യത്തിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പരിചയമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പുറത്തേക്ക് ഈ എണ്ണയൊക്കെ കുറേശ്ശെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പം മുകൾ ഭാഗവും ഒന്ന് പതിയെ കുക്കായി കിട്ടും. അപ്പോൾ മറിച്ചിടാൻ എളുപ്പമായിരിക്കും അങ്ങനെ ചെയ്താൽ. ഇനി ഒരു സൈഡ് മൊരിയുന്നത് വരെ നമുക്ക് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. ഒത്തിരി കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കണം, അത്രമാത്രം മതി. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ആ വടയെല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി താഴെ ഭാഗവും കൂടി ഫ്രൈ ആകുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഒരു 3 മിനിറ്റും കൂടി നമുക്ക് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വടയെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. വടയുടെ പാകത്തിൽ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. നമ്മൾ കറിക്ക് പച്ചക്കായൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലൊരെണ്ണമൊക്കെ എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ വൈകുന്നേരത്തെ ചായക്കുള്ള നല്ലൊരു സ്നാക്കാവും. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. പച്ചക്കായക്ക് വളരെയധികം ഗുണമുള്ളതാണ്. ധാരാളം അയണൊക്കെ അടങ്ങിയിട്ടുണ്ട് പച്ചക്കായയിൽ. പിന്നെ പൊട്ടാസ്യം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. വലിയവർക്കും കഴിക്കാം ചായയുടെ കൂടെ ഈ പലഹാരം. അപ്പം ഞാൻ ആ വടയെല്ലാം എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ സാധാരണ പരിപ്പുവടയിലും കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പച്ചക്കായ നല്ല ഫ്രഷ് പച്ചക്കായ ആയിരിക്കണമെന്ന് മാത്രം. അപ്പോൾ ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു.